Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഡെറിവേറ്റീവ്സിലോട്ട് പോണേക്കാൾ മുമ്പ് റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൽ നിന്ന് പലപ്പോഴും ഒരു ചോദ്യം വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. റിസ്ക് എന്താണ്? വാട്ട് ഈസ് റിസ്ക്? വാട്ട് ഈസ് റിസ്ക്? Then different types of risk. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എന്താണ്? റിസ്ക് മാനേജ്മെന്റ് എന്താണ്? Then റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ഇൻ ഓർഗനൈസേഷൻ. ഞാൻ ഇഷ്യൂസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. റിസ്ക് മാനേജ്മെന്റ് ഇഷ്യൂസ് ഇൻ ഓർഗനൈസേഷൻ, അത് മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ റിസ്ക് ബിക്കംസ് ബേർഡൻ ടു ദ സൊസൈറ്റി. അത് നോക്കണം കേട്ടോ. ഹൗ റിസ്ക് ബിക്കംസ് ബേർഡൻ ടു ദ സൊസൈറ്റി. അപ്പം അങ്ങനെ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിലോട്ട് പോണേക്കാൾ മുമ്പ് സ്വാപ്സ് ഈസിയാണ്, സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിർബന്ധമായും നോക്കുക. വാട്ട് ആർ സ്വാപ്സ്? ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്സ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് മറ്റൊരു ചോദ്യം കേട്ടോ. ഇനി ബേസിക്സ് ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടുള്ളത്. ഡെറിവേറ്റീവ്സ് എന്താണ് നോക്കാം. അവിടെയും ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതും നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ റോൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതും നോക്കണം കേട്ടോ. റോൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ റെഡ്യൂസിങ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് മറ്റൊരു ഏരിയ ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഈ പറയുന്ന ഡെറിവേറ്റീവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് റീസെൻറ്റ് ട്രെൻഡ്സ്, അതും നോക്കാം. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ്സിൻ്റെ ബേസിക്സ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസിങ്, തിയറീസ് ഓഫ് ഫ്യൂച്ചർ പ്രൈസിങ് ആണ്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മുകളിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വരാണെങ്കിൽ അതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് ഷോൾ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ, ചില സമയത്ത് അത് 3 വെയിറ്റേജിൻ്റെയും വരാറുണ്ട്. അതിനെപ്പറ്റി എഴുതാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഷോൾ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ മറ്റൊരു ഏരിയ കേട്ടോ. ദെൻ ഡിഫറെൻറ്റ്
ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വരാറുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഡിഫറൻറ്റ് ഓപ്ഷൻ, ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് SAQ വന്നില്ലെങ്കിൽ അത് പാർട്ട് ബിയിൽ വരും കേട്ടോ. ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വരാറുള്ളതാണ്. പിന്നെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ താഴെ അഡീഷണൽ ആയിട്ട് ഇടാം. ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചേഴ്സ്, അതാണ് മറ്റൊരു ഏരിയ കേട്ടോ. നിർബന്ധമായും നോക്കിയിരിക്കണം. സോ പാർട്ട് സിയിൽ നമ്മൾ 4 എസ്സേസ് പ്രതീക്ഷിക്കുന്നു. അതിൽ 2 എഴുതിയാൽ മതി. മിക്കതും 2 ഈസി ആയിട്ടുള്ളതും 2 കുറച്ചൊരു മീഡിയം ടൈപ്പ് ചോദ്യങ്ങളാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 7 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മിക്കതും 4 കിട്ടിയിരിക്കും. അപ്പോൾ ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതിൽ ആദ്യം റിസ്കിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം, റിസ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, ഇഷ്യൂസ് in organization related with risk management, how risk becomes a burden to the society, swaps എന്താണ്, different types of swaps with their characteristics, derivatives എന്താണ്, different types of derivatives with their characteristics, role of derivatives in reducing financial risk, recent trends, പിന്നെ theories of future pricing, Black-Scholes option pricing model, different option trading strategies, then hedging strategies using futures. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SAQ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജും പാർട്ട് എയിലുള്ള 2 വെയിറ്റേജ് ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.